ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് 2026 ആണോ നിങ്ങളുടെ ലക്ഷ്യം? എല്ലാവരും നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഇപ്പോ മിക്ക വീഡിയോസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും അതാണോ നിങ്ങളുടെ ഗോള്? നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സീരിയസ് ആയിട്ട്? ശരിയാണ്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബാച്ചിൽ ചേർന്നവരാവാം. നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ 2025 എഴുതി കൗൺസിലിങ്ങിന് വെയിറ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി അല്ലാത്ത ഒരു കോളേജോ കോഴ്സോ കിട്ടി ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാവാം. അതല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഓഫ്ലൈൻ ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ നിങ്ങൾ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തു. പക്ഷെ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, കൺസിസ്റ്റൻസി കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിക്ക് അല്ല പോകുന്നത്. അതും അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസസോ അല്ലെങ്കിൽ ഫാമിലി വൈസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഹെൽത്ത് ഇഷ്യൂസോ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും ഒക്കെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളാവാം നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്, ഞാന് ഇനി ശരിക്കും ഇതിനു വേണ്ടി ഇനി വർക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇനി അങ്ങോട്ടുള്ള സമയം കൊണ്ട് എനിക്ക് നീറ്റ് 2026 ഒരു സ്കോർ വാങ്ങിക്കാൻ പറ്റുമോ? അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നീറ്റ് 2025 കുറിച്ചൊന്ന് ആലോചിക്കണം. നീറ്റ് 2025 നമുക്കറിയാം നല്ല ടഫ് പേപ്പർ ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു, ഔട്ട് ഓഫ് NCERT ഒക്കെ കുറച്ച് വന്നു. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ 2026 പ്രിപ്പയർ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് 2025 പേപ്പറോടെ കിട്ടി. പ്ലസ് ഇപ്പൊ നീറ്റ് 2024 നോക്കുകയായിരുന്നെങ്കിൽ പേപ്പർ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അപ്പൊ കട്ട് ഓഫിൽ അതുപോലെ വ്യത്യാസം വന്നു. 2025 കട്ട് ഓഫിൽ അത്രയ്ക്കും ഹയസ്റ്റ് ഡിഫറൻസ് വന്നു. കാരണം നമ്മൾ എത്ര നല്ല സ്കോർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ കിട്ടാൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ട്. അപ്പൊ നീറ്റ് 2026 എഴുതുന്ന ആ ഒരു ബാച്ചിന്റെ ഒരു പ്രത്യേകതയാണ്, നല്ല സ്കോർ വാങ്ങിച്ച, അതായത് നല്ലപോലെ പഠിച്ച് നല്ല സ്കോർ വാങ്ങിക്കാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് ആസ്പിരൻസ് അവർക്ക് ആഗ്രഹിച്ച കോളേജ് കിട്ടാതെ ഒന്നും കൂടി ട്രൈ ചെയ്യുന്ന എക്സാമും കൂടിയാണ് നീറ്റ് 2026. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ശരിക്കും ഇത് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ മിക്ക കുട്ടികളും എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, മിസ്സേ എനിക്ക് MBBS തന്നെയാണ് വേണ്ടത്, അതാണ് എന്റെ പ്ലാൻ എ. പക്ഷെ പ്ലാൻ ബി ആയിട്ട് ഞാൻ VDS അല്ലെങ്കിൽ ഞാൻ ആയുഷിന് ഇരിക്കാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പാരാമെഡിക്കൽ നോക്കുന്നുണ്ട്, മറ്റു ഓപ്ഷൻസിലേക്ക് നോക്കുന്നുണ്ട്. നല്ലതാണ്, നിങ്ങൾക്ക് എപ്പോഴും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നല്ലതാണ്. പക്ഷേ ശരിക്കും MBBS ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ യു ഷുഡ് ഓൺലി ബി ഹാവിങ് പ്ലാൻ എ. പ്ലാൻ എയിലേക്ക് എങ്ങനെ എത്താം, ആ പ്ലാൻ എ എങ്ങനെ വർക്ക്ഔട്ട് ആക്കാം, അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. നീറ്റ് 2026 മെയ് 5-ാം തീയതി നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നത് വരെ അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. അപ്പം പ്ലാൻ എയിലേക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ആലോചിക്കും. ശരിയാണ്, എനിക്ക് പ്ലാൻ ബി ഉണ്ട് മിസ്, അതല്ലെങ്കിൽ എനിക്ക് പ്ലാൻ സി ഉണ്ട്, പ്ലാൻ ഡി ഉണ്ട്, നിങ്ങൾ കുറെ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് വാട്ട് ആർ യു ആക്ച്വലി ഡൂയിങ് ഫോർ ഇറ്റ്? വെറുതെ ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ബുക്ക് തുറന്നു വെച്ചിട്ട് ഞാൻ സീരിയസ് ആയിട്ട് വായിക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കാണുന്നുണ്ട്, അതാണോ ആക്ച്വൽ ലേണിംഗ്? സോ നീറ്റ് പോലെയുള്ള ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർ ഗൈഡൻസ് ആണ്. കുറെ എന്തൊക്കെയോ സ്റ്റഡി മെറ്റീരിയൽ വാങ്ങിച്ചു, കുറെ വീഡിയോസ് കണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ച്, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. സോ ഇഫ് യു ആർ റിയലി സീരിയസ്, ആ MBBS സീറ്റ് നിങ്ങൾക്ക് ആ 50,000 സീറ്റും വേണ്ട, നിങ്ങളുടെ ആ ഒരു സീറ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിലുള്ള നിങ്ങളുടെ ഡ്രീം സീറ്റ്. ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ എത്രയോ വീഡിയോസ് വന്നു. കാരണം പിന്നെ പല സിറ്റുവേഷൻസിലൂടെ വന്നിട്ടും വേറെ കോഴ്സ് ഒക്കെ പഠിച്ചു വന്നിട്ടും MBBS എന്നുള്ള ഡ്രീമിലേക്ക് എത്തിപ്പെട്ട സീരിയസ് ആസ്പിരൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാൻ എയിൽ ഫോക്കസ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർ ഗൈഡൻസ് ആണെങ്കിൽ, ഇതുവരെ പഠിച്ചതൊക്കെ ഒന്നും റെഡി ആയിട്ടില്ല, എനിക്ക് ഒന്നും കൂടി ആദ്യം മുതൽ എനിക്ക് എന്റെ സിലബസ് നോക്കണം, എനിക്ക് എക്സാമുകൾ എഴുതണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾക്ക് തരുന്ന, റെഗുലർ ആയിട്ട് നിങ്ങളെ നോക്കി പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരികയാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൂടെ. അപ്പോ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ആ ബാച്ചിൽ നിങ്ങൾ ഇനി ജോയിൻ ചെയ്യണോ, പ്ലാൻ എയിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യണോ, വേറെ ഒന്നും ഞാൻ ആലോചിക്കണ്ടേ, നീ 2026 എനിക്ക് കിട്ടുമോ, MBBS കിട്ടുമോ എന്നൊക്കെയുള്ള ഡൗട്ടിൽ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ എല്ലാ കൺസേൺസിനും ആൻസർ ആയിട്ട് ഞങ്ങൾ ഒരു വെബിനാർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ചും അതേപോലെ ഇനി അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ കൺസേൺസും, നിങ്ങളൊരു ജെന്യുവൻ ആസ്പിരന്റ് ആണെങ്കിൽ മിസ് ഞാൻ എന്താണെങ്കിലും എന്റെ പ്ലാൻ എയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പൊ അതിലേക്ക് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറെ കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഉണ്ടാവും, നിങ്ങളുടെ ഫേവറേറ്റ് മറ്റ് നീറ്റ് ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോ എല്ലാവരും ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുക. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 31-ാം തീയതിയാണ്, വൈകിട്ട് കൃത്യം 7 മണിക്ക്. അപ്പൊ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ ഒരു QR കോഡ് ഉണ്ടാകും, അത് സ്കാൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്കറിയാം, വെബിനാറിൽ വരുന്ന ഓരോ കുട്ടികളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായി സൊല്യൂഷൻസ് പറഞ്ഞു തരാറുണ്ട്. അപ്പോ
ഇനി അങ്ങോട്ട് പ്രിപ്പറേഷൻ തുടങ്ങണോ, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പ്ലീസ് കം ജോയിൻ ദിസ് വെബിനാർ. ഡേറ്റ് മറക്കേണ്ട, October 31st ഈവനിങ് 7 PM. അപ്പൊ ഇനി എല്ലാവരെയും വെബിനാറിൽ കാണാം. ബാക്കി കാര്യങ്ങൾ നേരിട്ട് നമ്മുടെ പ്ലാൻ എയിലേക്ക് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് വെബിനാറിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. സീ യു ദേർ. ബൈ.